അയ്യോ, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഒരു വീഡിയോയുടെ കാര്യം കൂടി പറയണമെന്നുണ്ട്. അത് ഞാൻ റിയാക്ടിങ് ഒന്നും പറയാൻ പറ്റില്ല. അത് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ കയറി സംസാരിക്കണം അതിനെ പറ്റി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി. എന്നാലും ഞാനൊന്ന് പറയാണ്. സഞ്ജു ടെക്കിയും നീതു തമ്മിലുള്ള മറ്റേ അവരുടെ ബ്രേക്കപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഒരുപാട് 2-3 പേര് ചെയ്ത് കണ്ടു. 2-3 പേര് ചെയ്ത് കണ്ടു കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യണം. അവരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അവരെ ഡയറക്റ്റ് അറിയില്ല. പിന്നെ ഞാൻ എന്ത് വീഡിയോ ചെയ്യാനാ? പക്ഷെ ഞാൻ സഞ്ജു ടെക്കിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാനൊരു കാർത്തിക് സൂര്യ ഫാൻ ആയിരുന്നു മീൻസ് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. അന്ന് വെച്ച് കാർത്തിക് സൂര്യ അതായത് കാർത്തിക് സൂര്യയുടെ ഒരു മാരേജിന്റെ അനൗൺസ്മെന്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തല്ലോ കാർത്തിക് സൂര്യ. അപ്പൊ ആ ഗ്യാപ്പില് ആ വീഡിയോസ് ഞാനും പിന്നെ അതൊക്കെ വിട്ടുപോയി. പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. അപ്പോ കാർത്തിക് സൂര്യ ഹലോ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ കാർത്തിക് സൂര്യയാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഹലോ ഗെയ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ഈ സഞ്ജു ടെക്കി ഇത് പറയണത്. ചെറുതായിട്ടാണ് ആള് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ആള് സ്ട്രോങ് ആയിട്ട് കാർത്തിക് സൂര്യ ഇൻഫ്ലുവൻസ് ആയിട്ടാണോ കോപ്പി ചെയ്യാണോ എന്നുള്ള പലപ്പോഴും എനിക്ക് കാർത്തിക് സൂര്യയെ പോലെ സഞ്ജു ടെക്കി പെരുമാറുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാർത്തിക് സൂര്യ നല്ല റീച്ചിൽ നിന്നതിന് ശേഷം പിന്നീടാണ് സഞ്ജു ടെക്കി റീച്ചിലേക്ക് വന്നത്. അതേപോലെ തന്നെ നീതുവും സഞ്ജു ടെക്കിയും തമ്മിലുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് എന്തോ പലപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റ് എന്തായാലും വേണമല്ലോ, വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി അങ്ങ് ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ വളരെ ഇതായിട്ട് മെച്ചോർഡായിട്ട് ഓക്കെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ എന്നുള്ളത്. എന്നാൽ ആ കുട്ടിയുടെ ആ ഒരു നില വിട്ടിട്ട് ആ കുട്ടി പെരുമാറുന്ന കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കാം. ഇപ്പം രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല തീരുമാനമല്ലേ. അല്ലാതെ ജീവിതത്തിൽ ഒരു കുട്ടിയെ കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയതിനു ശേഷം തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ്, ഇഷ്ടംപോലെ കാണാം, മക്കൾ കിടന്ന് അനുഭവിക്കുന്നതും കാണുന്നതാണ്, അല്ലാതെ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആ കുട്ടിയുടെ കമന്റ് ബോക്സിലൊക്കെ ഓരോരോ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ കുട്ടി വളരെ സധൈര്യം എന്നല്ല, നല്ല ധൈര്യത്തോടെന്ന് അർത്ഥം ധൈര്യമായി മുന്നോട്ട് പോകുന്നു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ആ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ വീഡിയോ ഒന്നും നീ ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഒരു ചാനലിൽ ഒരു സപ്പോർട്ടായിട്ടൊരു വീഡിയോ ഇടണം തോന്നി, അതുകൊണ്ടാണ് ഇട്ടത്. എന്താണ് പറയാ, ഒരാൾ നമ്മളെ വേണ്ടാന്ന് വെച്ചു, അല്ല പൊരുത്തപ്പെടാൻ കഴിയില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ ആത്മഹത്യയൊക്കെ ചെയ്തു പോകുന്ന ഒരു നാട്ടിലാണ് ആ കുട്ടി ഇതേപോലെ ജീവിച്ച് കാണിക്കണത്. അപ്പൊ അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെ വേറെ നെഗറ്റീവായിട്ട് കാണുമൊന്നും വേണ്ട. ഒരാൾക്ക് വേണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം രണ്ടുപേർക്കും ഓക്കെ ആക്കി പോവാണെന്നുള്ളത് തീരുമാനിച്ച് പോവാണെങ്കിൽ പിന്നെ ആർക്കാർക്കും ആ കുട്ടി ഹാപ്പിയാണ്. ഇപ്പോ മറ്റാള് ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ അതിലിപ്പോ എന്താ കൂടുതൽ അഭിപ്രായം പറയാനുള്ളത്? അപ്പൊ ഓക്കെ, ബൈ.